ഇ.പി. ജയരാജനെതിരായ ആരോപണത്തിൽ അന്വേഷണ തീരുമാനം വൈകില്ല. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യും. പി. ജയരാജനെതിരായ ആരോപണങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തും. ഇന്ന് ആരംഭിക്കുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ വിഷയം ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നേക്കാം. ഇതിനിടെ കണ്ണൂർ പെരിങ്ങോമിൽ KSTA നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഇ.പി. ജയരാജൻ നിർവഹിക്കും. വിവാദത്തിനിടെ ഇ.പി.യുടെ ആദ്യ പൊതുപരിപാടിയാണിത്. VV വിനോദും ഒപ്പം മനു ഭരതും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഇപ്പോൾ കാര്യങ്ങൾ ഡൽഹിയിലാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഡൽഹിയിലുണ്ട്. ഈ വിഷയം PB ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കാം. നേരത്തെ ഉള്ള നിലപാടനുസരിച്ച് സംസ്ഥാന നേതൃത്വം ഇത് അന്വേഷിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ അപ്പോഴും PBക്ക് ഈ വിഷയത്തിൽ ചില റോളുകളുണ്ട്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. എന്താകും ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന നിലപാട്? വിശദമായി തന്നെ PBയിൽ ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ.പിക്കെതിരെ ഉയർന്ന ആരോപണം, അതായത് അനധികൃതമായ സ്വത്ത് സമ്പാദനം, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ഈ സ്വത്ത് സമ്പാദന വിഷയം ആരോപണമായി പി. ജയരാജൻ ഉന്നയിക്കുമ്പോൾ അത് ലഘൂകരിച്ച് പാർട്ടി കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല. അതിൽ അന്വേഷണം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതാണ്. അതോടൊപ്പം തന്നെ പി. ജയരാജനെതിരെയുള്ള പരാതികളും പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഇ.പിക്കെതിരെയുള്ള പരാതി അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷമാണ്, അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ച ശേഷമാണ് പി. ജയരാജനെതിരെയുള്ള കൊട്ടേഷൻ ബന്ധങ്ങൾ, അഴിമതി, ഫണ്ട് അടിച്ചുമാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പരാതികൾ പാർട്ടിക്ക് ലഭിക്കുന്നത്. ഇക്കാര്യത്തിലും അന്വേഷണത്തിലേക്ക് പോകും എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇ.പി. ആണ് എന്നത് വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടം വരെ ദീർഘകാലം അകന്നു നിന്ന പി. ജയരാജൻ പെട്ടെന്നാണ് ഇ.പി. ജയരാജനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിശബ്ദത, ഇത് രണ്ടും സുപ്രധാനമായ കാര്യമാണ്. ഇ.പിക്കെതിരെ പി. ജയരാജൻ വാളെടുക്കുമ്പോൾ ഇരുവരും വളരെ നിശബ്ദരായി നിന്നുകൊടുക്കുന്നു എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും ഒരു സമവായത്തിന്റെ വഴിയിലോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. മറ്റൊന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ഒരു ആരോപണമാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ പാർട്ടി കാണുകയാണെങ്കിൽ സ്വാഭാവികമായും PBയിലും ഈ വിഷയം ഉയർന്നു വരും, അവിടെയും ചർച്ചയാകും. മറ്റൊന്ന്, ഇ.പി. എടുക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചാണ്. കാരണം അദ്ദേഹത്തിന് വലിയ ആമർശമുണ്ട്. നേരത്തെ തന്നെ പാർട്ടിക്ക് മുമ്പിൽ വന്നൊരു വിഷയവും ഈ പറയുന്ന വിവാദ നിർമ്മിതി, അത് വളരെ മുമ്പ് ഉള്ള ഒരു കാര്യമാണ്. അത് പാർട്ടി ചർച്ച ചെയ്യുകയും അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. അവിടെ തന്റെ ഭാര്യയ്ക്കും മകനും അടക്കമുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ഇ.പി. നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വീണ്ടും ഇത് കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ എന്താണ് താല്പര്യം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൽ അമർഷമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൽ അദ്ദേഹം മറുപടി പറയുകയാണെങ്കിൽ, കൃത്യമായി പി. ജയരാജനെതിരെ അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ തർക്കം കൂടുതൽ വഷളാകും എന്ന കാര്യം ഉറപ്പാണ്. എവിടം മുതലാണ് ഇ.പി. അനഭിമതനാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വാഭാവികമായും വലിയ പ്രാധാന്യത്തോടുകൂടി ഉയർന്നു വന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന് പരിഗണന കിട്ടാതെ പോകുന്ന അവസരങ്ങളുണ്ട്. കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് ഒന്നും അദ്ദേഹം എത്തുന്നില്ല. മാത്രവുമല്ല, തഴയുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തന്നെ തോന്നിത്തുടങ്ങിയിരുന്നു. പിന്നീട് LDF കൺവീനർ സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ദീർഘകാലമായി LDF യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ഏതായാലും വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് വിനോദ്. അവിടെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകുമല്ലോ. കാരണം പ്രധാനപ്പെട്ട പരാതികളാണ്. അത് അങ്ങനെ അവഗണിക്കാൻ പാർട്ടിക്കാവില്ല. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, പൊതുമധ്യത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ പി. ജയരാജനെതിരായ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൊട്ടേഷൻ ബന്ധം, ഒപ്പം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, പാർട്ടി ഫണ്ട് തിരിമറി അടക്കമുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ സമഗ്രമായി അന്വേഷിക്കുക എന്ന നിലപാടിലേക്കായിരിക്കും ഒരു പക്ഷേ പാർട്ടി എത്തുക. അതിനുള്ള സാധ്യതകളല്ലേ തെളിയുന്നത്? ഇ.പിക്കെതിരെയുള്ള പരാതി, അത് തന്നെയാണ് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. പി. ജയരാജൻ സ്വമേധയാ ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തുമോ? ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഇതിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ഇ.പിക്ക് കീഴിൽ ഒരു വിഭാഗം നേതാക്കൾ, കണ്ണൂർ ലോബി എന്ന് കാലങ്ങളായി വിശേഷിപ്പിച്ചിരുന്ന ആ ഒരു സെറ്റ്, അവിടെ ഒരു ധ്രുവീകരണത്തിനുള്ള ഇടയുണ്ടാകുന്നു. ഇ.പിക്ക് കീഴിൽ
കണ്ണൂരിലെ തന്നെ മുതിർന്ന നേതാക്കൾ പലരും അണിനിരക്കുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ പലപ്പോഴും പിണറായി വിജയനോടോ എം.വി. ഗോവിന്ദൻ മാസ്റ്ററോടോ ഒക്കെയും അതൃപ്തിയുള്ള വിഭാഗങ്ങൾ ഇ.പിക്ക് കീഴിലേക്ക് മാറുന്നു എന്ന ഒരു വികാരം, എന്ന ഒരു ചിന്ത, അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സി.എമ്മുമായി ദീർഘകാലമായി അകൽച്ചയിൽ നിന്നിരുന്ന പി ജയരാജൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണവുമായി വരുന്നത്. അത് എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും അതിനെല്ലാം താത്വികമായി തന്നെ മറുപടി പറയുകയും ചെയ്യുന്ന എം.വി. ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഈ തർക്കം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇത് പാർട്ടി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് നിസ്സാരവൽക്കരിക്കുന്നില്ല. ഈ പരാതി ഗൗരവമായി തന്നെ കാണുന്നു. പി ജയരാജനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നതിനപ്പുറം ഇ.പിക്കെതിരെ ഉയർന്ന പരാതിയിൽ അന്വേഷണം എന്ന നിലയിലേക്കായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഇ.പിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് CPM-നെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ അലോസരമുണ്ടാക്കുന്ന സംഗതി തന്നെയാകും എന്ന കാര്യത്തിൽ മാറ്റമില്ല. രഞ്ജിത്ത്, മനു, ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ ഇ.പി പോരാ, ഇ.പി യുദ്ധം, ഇ.പി ജയരാജന്മാർ തമ്മിലുള്ള യുദ്ധം, ഇ.പി പോരാ എന്ന തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇ.പി ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പി ജയരാജനെതിരെ മറ്റു ചില പരാതികൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വം എത്തുന്നു. പരസ്യ പ്രതികരണത്തിന് രണ്ടുപേരും തയ്യാറാകുന്നില്ല. ഇന്നൊരു പൊതുപരിപാടിയിൽ ഇ.പി ജയരാജൻ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? കാരണം കുറെ നാളായി കണ്ണൂർ കേന്ദ്രീകരിച്ച് മാത്രം 2.5 മാസമായി ഉള്ള പ്രവർത്തനത്തിലാണല്ലോ ഇ.പി ജയരാജൻ. ഇന്ന് ഒരു പൊതുപരിപാടിയിൽ ഇ.പി ജയരാജൻ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. KSTA വീടിന്റെ താക്കോൽ ദാനമാണ്. അത്തരം ഒരു പരിപാടിയിൽ ഈ രാഷ്ട്രീയ കാര്യം കൊണ്ടുവരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് മീറ്റിംഗ് വരുമ്പോൾ ഒരുപക്ഷെ ഇ.പി ജയരാജൻ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിരിക്കും അദ്ദേഹം ഒരു പൊതുപരിപാടിക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസക്തിയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഇത് പ്രതിപക്ഷ കക്ഷികളും ശക്തമായി ഉന്നയിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് KPCC അധ്യക്ഷൻ 11 മണിയോടെ മാധ്യമങ്ങളെ കാണും. ഈ വിഷയം തന്നെയായിരിക്കും KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതിപാദിക്കുക. CPM-നകത്തെ ഈ പടലപ്പിണക്കങ്ങളും ഉരുൾപൊട്ടലും അതുപോലെ ചേരിപ്പോരുമെല്ലാം കോൺഗ്രസിന് എത്രമാത്രം രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയും എന്നതുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും അതൊരു വിഷയമാക്കി ഉയർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP ഇത് സംബന്ധിച്ചുള്ള ചില ED അന്വേഷിക്കണമെന്ന് തുടങ്ങിയ പ്രസ്താവനകളുമായി വന്നിരിക്കുന്നു. പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതേസമയം പി ജയരാജൻ പുറകോട്ട് പോകാൻ സാധ്യതയില്ല. ഇത് ഈ വൈദികമെന്ന ഈ ആയുർവേദ ആശുപത്രിക്ക് അല്ലെങ്കിൽ ആയുർവേദ ആശുപത്രി എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ആയുർവേദ റിസോർട്ട് എന്ന തരത്തിലാണ് വിവാദങ്ങൾ പൊന്തി വന്നിട്ടുമുള്ളത്. ഏതായാലും അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് പരിഹരിക്കും എന്ന് തോന്നുന്നില്ല. അത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ഈ നേരത്തെ തന്നെ ഈ KP രമേഷ് കുമാറും ഇതിലൊരു പ്രധാന സ്ഥാപക നിക്ഷേപകൻ ഒരാളായ വ്യവസായി KP രമേഷ് കുമാറും അതുപോലെ ഇ.പി ജയരാജനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ജയരാജന്റെ മകൻ ജെയ്സനുമായി തർക്കങ്ങളുണ്ട്. അപ്പൊ നിലവിലെ ഈ റിസോർട്ടിന്റെ മാനേജിംഗ് ബോർഡിൽ ഭൂരിഭാഗം ആളുകളും ഈ KP രമേഷ് കുമാറിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ കാലാവധി പൂർത്തിയായപ്പോൾ, മാനേജിംഗ് ഡയറക്ടർ എന്ന കാലാവധി പൂർത്തിയായപ്പോൾ പിന്നീട് 2019 തുടരേണ്ടതില്ല എന്ന നിലപാട് ഈ ഡയറക്ടർ ബോർഡ് സ്വീകരിക്കുന്നത്. അങ്ങനെ പുതിയൊരാളെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇതിനെതിരെ പരാതിയുമായി രമേഷ് കുമാർ പല കേന്ദ്രങ്ങളെ സമീപിച്ചിരുന്നു എന്നാണ് ഈ വൈദികം CEO ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. കോടതിയിലേക്കും ഒരു ശ്രമം നടത്തി. അതായത് ഈ കമ്പനി ബോർഡിലേക്ക്, കമ്പനി കാര്യങ്ങൾ നടക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്ന ബോർഡിലേക്കും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള പരാതികളുമായി അദ്ദേഹം പോയിരുന്നു. പക്ഷേ അവിടെയൊന്നും ഫലം കാണാത്തൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായും ഇതിനെ അന്ന് തന്നെ പരാതികളൊക്കെ നൽകിയിരുന്നു. അതിനെ തുടർന്നായിരിക്കണം അന്ന് ഇ.പി ജയരാജൻ ഇത് ഉന്നയിച്ചത്. ഇ.പി ജയരാജനെതിരെ പി ജയരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത്തരം ഒരു പരാതി ഉന്നയിച്ചത് എന്നും കരുതുന്നവരുണ്ട്. ഏതായാലും അന്നും പല ഘട്ടങ്ങളിൽ ആളുകൾക്കിടയിലേക്കും പാർട്ടി നേതൃത്വത്തിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലേക്കുമൊക്കെ പരാതിയുമായി KP രമേഷ് കുമാർ
പോയിരുന്നു. പക്ഷെ ഏതായാലും രമേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്ന് മാറ്റി CK ഷാജിയെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി CK ഷാജിയെ മാനേജിംഗ് ഡയറക്ടറാക്കി തെരഞ്ഞെടുത്തുകൊണ്ട് പിന്നീട് ഈ ആയുർവേദ ഹീലിംഗ് സെന്റർ വില്ലേജിന്റെ പ്രവർത്തനവുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമായത്. എന്തായാലും ഇവർ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഒരുപക്ഷെ P ജയരാജൻ മാറുന്നാലും ഇത് മറ്റാരെങ്കിലും കൊണ്ട് ഉന്നയിപ്പിക്കാനൊക്കെ ഉള്ള ശ്രമം സ്വാഭാവികമായി നടക്കും എന്നാണ് ഇപ്പോൾ. ഈ റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായ തർക്കം അത് നേരത്തെ തന്നെ പാർട്ടിയും ഒപ്പം ഇതിൻ്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതിയായി പാർട്ടിക്ക് മുന്നിൽ എത്തിയിരുന്നു. അത് പലതരത്തിൽ പാർട്ടി അത് അവഗണിച്ചു. ഏറ്റവും ഒടുവിൽ P ജയരാജനെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മാത്രം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അക്കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങത്തക്ക തരത്തിൽ മാറുകയും ചെയ്തു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? P ജയരാജൻ ഇത് ആദ്യം അന്നും ഉന്നയിച്ചു, 2019-ലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചു. അന്ന് പക്ഷെ അത് ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ച കാര്യം അത് അവിടെ വെച്ച് തന്നെ അത് ചർച്ച ചെയ്ത് ആ പ്രശ്നം അത് അങ്ങനെ തീർന്നു. അത് പിന്നെ മുകളിലേക്ക് പോയില്ല. പക്ഷെ അതും അന്ന് മുകളിൽ കോടിയേരി ബാലകൃഷ്ണനും മറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതി ലഭിച്ചപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ അതിൽ വലിയ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. KP രമേഷ് കുമാറിൽ നിന്നാണ് പരാതി ലഭിച്ചത്. അന്ന് P ജയരാജൻ പരാതി എഴുതി നൽകാനൊന്നും തയ്യാറായിരുന്നില്ല. അന്ന് ഇത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടെ കടുപ്പിച്ച ഒരു നിലപാടിലാണ്. അന്നത്തെ P ജയരാജൻ അല്ല ഇന്ന് P ജയരാജന്റെ അന്ന് ഇത് ഉന്നയിച്ച രീതിയിലല്ല P ജയരാജൻ ഇപ്പോഴിത് ഉന്നയിക്കുന്നത്. ഇപ്പോഴിത് വളരെ ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു. അന്ന് ഒരു സംഭവം എന്ന നിലയിൽ, ഇങ്ങനെ ഒരു പ്രശ്നം എന്ന നിലയിൽ അദ്ദേഹം ഇത് പരിശോധിക്കണമെന്ന നിലയിലൊക്കെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത് ഉന്നയിക്കുമ്പോൾ ഇന്ന് ഇത് പാർട്ടിയെ മൊത്തത്തിൽ നവീകരിക്കാൻ ഇത്ര പ്രവണതകളെ ഒഴിവാക്കണമെന്ന തരത്തിൽ ശക്തമായി ഉന്നയിക്കുന്നു. ഇത് MV ഗോവിന്ദൻ ഇതിനുള്ള പിന്തുണ നൽകുന്നു. എഴുതി നൽകിയാൽ പരിശോധിക്കാമെന്ന് പറയുന്നു. അപ്പോൾ എഴുതി നൽകാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് P ജയരാജൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എഴുതി നൽകിയാൽ അത് പരിശോധിക്കാമെന്ന് MV ഗോവിന്ദൻ ഉറപ്പു കൊടുത്തൊരു സാഹചര്യത്തിൽ ഇതിനെ പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇത് പാർട്ടിക്കകത്ത് P ജയരാജനെതിരെ ഒരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് P ജയരാജനെയും കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. P ജയരാജൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നീട് അവർ ഒരുമിച്ചാണ് ഈ വാഹനത്തിൽ കയറി, മുഖ്യമന്ത്രിയുടെ തന്നെ വാഹനത്തിൽ കയറി ഈ പാറപ്പുറം സമ്മേളനത്തിന്റെ വാർഷികാചരണ പരിപാടിയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ P ജയരാജന് മുഖ്യമന്ത്രി അതിന് എതിർത്തിട്ടില്ല അല്ലെങ്കിൽ നിഷേധിച്ചിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ P ജയരാജനും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ആ മുഖ്യമന്ത്രി P ജയരാജന്റെ പരാതികൾക്ക് പിന്തുണ അല്ലെങ്കിൽ പരാതികളെ നിരാകരിച്ചിരുന്നെങ്കിൽ ആ ശരീരഭാഷ നമുക്ക് പിന്നീട് അടുത്ത് ഉള്ള വേദിയിൽ അത് വ്യക്തമാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അവർ ഒരുമിച്ച് വരികയും മാത്രവുമല്ല ആ യോഗവേദിയിൽ ഇരുവരും ഒരുമിച്ചിരിക്കുകയും ഈ അടുത്തടുത്തിരുന്നു കൊണ്ട് ഒപ്പം ഇരുന്നുകൊണ്ട് ആണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ മുഖ്യമന്ത്രി ഇത് നിരാകരിക്കുകയോ ഈ പരാതി അന്വേഷിക്കേണ്ട നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഉള്ള ഒരു പൊതു ചർച്ച. ഏതായാലും ഈ പരാതി അന്വേഷിക്കാം എന്ന് MV ഗോവിന്ദൻ പറഞ്ഞ സാഹചര്യത്തിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വിവരവും. P ജയരാജനാകട്ടെ തനിക്ക് പ്രത്യേകിച്ചൊന്നും ഇതിൽ നഷ്ടപ്പെടാനില്ല. എന്റെ മകന് അനധികൃതമായ സ്വത്ത് സമ്പാദനമോ നിക്ഷേപമോ ഇല്ല. വെറും 10 ലക്ഷം രൂപയുടെ നിക്ഷേപം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ നിക്ഷേപമുള്ള 15 ഡയറക്ടർമാർ അതിനേക്കാൾ നിക്ഷേപമുള്ള ഡയറക്ടർമാരും നിക്ഷേപകരുമായി 15ഓളം പേർ ഇതിനകത്ത് തന്നെയുണ്ട്. മൊത്തം 20 പേരാണ് ഇതിൽ നിക്ഷേപകരായി ഉള്ളത്. അതിൽ 15 പേരും തന്റെ മകനേക്കാൾ നിക്ഷേപമുള്ളവരാണ് എന്ന് P ജയരാജൻ പറയുന്നു. അതേസമയം ഈ വൈദേഹം റിസോർട്ട് എന്നത് P ജയരാജന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് ഒരു പ്രതിപക്ഷ കക്ഷികളെല്ലാം ശക്തമായി ഉന്നയിക്കുന്നത്. യുടെ ബിനാമികളും ഒക്കെ ആയി ചേർന്ന ആളുകളാണ് ഇതിന് പുറകിൽ ഉള്ളത് എന്നതാണ്.
ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് വരുന്നത്. ഈ KP രമേശകുമാറിനെ സംബന്ധിച്ചും കോൺഗ്രസും മറ്റുള്ളവരും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം ഇതൊക്കെ EP-യുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അവരുടെ നിക്ഷേപം സത്യത്തിൽ ആകർഷിക്കുന്നതും ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നതും EP-യാണ് എന്നായിരുന്നു. ഏതായാലും ഈ KP രമേശകുമാറും ജെയ്സണും തമ്മിലുള്ള തർക്കം അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അത് ആ മാനേജിംഗ് ഡയറക്ടറുടെ കാലാവധി രമേഷ് കുമാറിന് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അന്ന് തന്നെ ഇതിന്റെ പരാതികൾ തുടങ്ങിയിരുന്നു. ആ പരാതികൾ തീർച്ചയായും അതാണ് ഇപ്പോൾ അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയിരിക്കുന്നത്. വിനോദ്, അതിനകത്തൊരു ഈ ശാക്തിക വിഷയങ്ങൾ കൂടിയുണ്ടല്ലോ. കാരണം EP ജയരാജൻ ഇപ്പോൾ ദുർബലനായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് 2-2.5 മാസമായി അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായ ചില അതിർത്തികൾ അദ്ദേഹത്തിനുണ്ട്. P ജയരാജൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ഒരാൾ വീണ്ടും ശക്തനായി തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററോട് നേരത്തെ പറഞ്ഞ നിശബ്ദ പിന്തുണയൊക്കെയുണ്ട്. അങ്ങനെ ഒരാൾ ദുർബലനാകുമ്പോൾ മറ്റൊരാളുടെ കരുത്തു കാട്ടാൻ അയാൾക്ക് CPM രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി മുന്നിലേക്ക് എത്താൻ ഉള്ള വഴിയായി നേരത്തെ മനു പറഞ്ഞ പോലെ 2019 വന്ന ഒരു പരാതിയുടെ ഗൗരവമല്ല 2022 അതേ പരാതി P ജയരാജൻ ഉന്നയിക്കുമ്പോൾ പാർട്ടി ആ തരത്തിലല്ല എടുക്കുന്നത്. അതിന് കുറച്ചൊരു ഗൗരവ സ്വഭാവം കൈവരുന്നു. അങ്ങനെ ഈ ശാക്തിക ചേരികളുടെ മാറ്റങ്ങൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യം കൂടിയാണ് പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. രഞ്ജിത്ത്, നമ്മൾ മറ്റൊരു തരത്തിൽ കണ്ടാൽ, അതായത് EP ജയരാജൻ ദുർബലനാകുന്നു അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഇപ്പോൾ പാർട്ടിയിലേക്ക് അങ്ങനെ ആ നിലയിലേക്ക് മാറുന്നു എന്നത് പറയുമ്പോൾ തൊട്ട് മുൻപ് ഉണ്ടായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് പാർട്ടിയിൽ അദ്ദേഹം അവഗണിക്കപ്പെടുന്നു എന്നതിൽ അതൃപ്തിയുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കും. അതുതന്നെയാണ് ഒരു ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ തെളിച്ചത്. മാത്രവുമല്ല, ഒരു വിഭാഗം കണ്ണൂർ ലോബിയിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ചേരുകയും മറ്റ് ജില്ലകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ കണ്ണൂർ ലോബിയിൽ അവരുമായി അടുപ്പമുള്ള ആളുകൾ EP-ക്ക് കീഴിൽ നിശബ്ദമായെങ്കിലും EP-ക്ക് പല കാര്യങ്ങളിലും പിന്തുണ നൽകുന്ന നിലയിലേക്ക് പോവുകയും അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം അനാരോഗ്യമാണ് പറയുന്നതെങ്കിലും മറ്റ് പല എതിർപ്പുകളും കാരണം അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിയമസഭയിൽ തന്നെ ആദ്യത്തെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന മുഖ്യമന്ത്രിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന EP-ക്ക് പിന്നീട് ക്രമേണ ആ പ്രസക്തി നഷ്ടമാകുന്നു. മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുന്നു. വീണ്ടും മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി ആകുമെന്ന് കരുതിയ EP കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരാണ് EP-യുടേത്. EP ആ നിലയിലേക്ക് വരുന്നില്ല. EP തഴയപ്പെടുന്നു എന്ന തോന്നൽ പൊതുവിലുണ്ടാകുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെ EP-യെ ഒതുക്കി നിർത്തപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുന്നു. അവിടെ EP നിശബ്ദനായി ഇരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ EP കൃത്യമായി അങ്ങനെ മുഖ്യമന്ത്രിയുമായി അകൽച്ചയുള്ള അല്ലെങ്കിൽ P ജയരാജനുമായി അകൽച്ചയുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുമായി അകൽച്ചയുള്ള ആളുകൾ EP-ക്ക് കീഴിലേക്ക് മാറുന്നു. മറുവശത്ത് നേരത്തെ മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അനഭിമതനായിരുന്ന P ജയരാജൻ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ നേരത്തെ പാർട്ടി അന്വേഷിച്ച് അവസാനിപ്പിച്ച ഒരു സംഭവം അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയും കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയുള്ള പരാതി ആയതുകൊണ്ട് തന്നെ PBയുടെ അന്വേഷണം പോലും ഒരുപക്ഷെ ഇതിൽ വന്നേക്കാം. സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കും. അപ്പോഴും P ജയരാജനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികൾ അത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ബദലായി വരുന്ന പരാതികളാണെന്ന് തന്നെയായിരിക്കും പാർട്ടി വിലയിരുത്തുന്നതെങ്കിൽ സ്വാഭാവികമായും കാര്യങ്ങൾ EP-ക്ക് കൂടുതൽ പ്രതികൂലമായി മാറും. അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ദേശാഭിമാനിയുടെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ EP ജയരാജന്റെ ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം അന്ന് പാർട്ടിക്ക് വേണ്ടി പാർട്ടി ശാക്തീകരണത്തിന് വേണ്ടി ഫണ്ട് റൈസിംഗ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എടുത്താൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് താടിയും മുടിയും വളർത്തി പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകുമായിരിക്കും എന്ന് അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ച ആളാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഘട്ടം വരെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു എന്ന് വാദിക്കുമ്പോഴും അത് കമ്മ്യൂണിസ്റ്റിന്റെ വഴിയാണോ എന്ന സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെ പിന്തുണച്ച പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. അത് ഏതെങ്കിലും പുതിയ അഴിമതിയുടെ പേരിലല്ല, മുൻപ് ഉയർന്നു വന്ന ആരോപണമാണ്. ആ ആരോപണം പാർട്ടി അന്വേഷിച്ച് അവസാനിപ്പിച്ചുവെന്ന് EP-യും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പറയുന്നു. വീണ്ടും അതേ പരാതി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ത് എന്നതാണ് പ്രധാനം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 മുതൽ പാർട്ടിക്ക് മുന്നിലുള്ള അതിന് മുൻപ് തന്നെ ആരോപണങ്ങളുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു പരാതി പാർട്ടിക്ക് കിട്ടിയിരുന്ന ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഇതിന് കൂടുതൽ ഗൗരവ സ്വഭാവം കൈവരുന്നു. പരാതി ഉന്നയിക്കുന്ന P ജയരാജൻ തന്നെയാണ്. ആ പരാതിയിൽ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മണ്ഡലപൂജയ്ക്കൊരുങ്ങി സന്നിധാനം. സ്വാമി
ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജയാണ്. ഉച്ചയ്ക്ക് 12:30-ക്കും 1 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കാങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് അവിടെ മണ്ഡലപൂജ കാണാൻ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും തീർത്ഥാടക പ്രവാഹമാണോ? എന്തൊക്കെ ചടങ്ങുകളാണ് മണ്ഡലപൂജയോടനുബന്ധിച്ച് നടക്കുക സന്നിധാനത്ത്? രഞ്ജിത്ത്, മണ്ഡലപൂജയ്ക്ക് സന്നിധാനം ഒരുങ്ങി. നമുക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ തിരക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ തിരക്ക് സന്നിധാനത്തേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ വന്നവരൊക്കെ തന്നെ ഇനി മണ്ഡലപൂജയും കഴിഞ്ഞ് മടങ്ങുന്ന ഒരു തീരുമാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് വലിയ ഒരു ഒഴുക്ക്, അയ്യപ്പന്മാരുടെ ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഏതാണ്ട് 40,000-ത്തിലധികം ആളുകൾ മാത്രമാണ് വെർച്വൽ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ എത്തിയവർ ഇന്ന് മടങ്ങാതെ സന്നിധാനത്ത് മണ്ഡലപൂജ കഴിയും വരെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക്, ആ ഒരു കണക്കൂടി നോക്കും, വലിയൊരു തിരക്ക് തന്നെ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെ കണക്കൂട്ടണം. നിലവിൽ 3,000-നും 4,000-നും ഇടയിൽ അയ്യപ്പന്മാർ ഒരു മണിക്കൂറിൽ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് കണക്ക്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത മണ്ഡലപൂജ തന്നെയാണ്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലപൂജ എന്ന് വെച്ചാൽ ഉച്ചപൂജ തന്നെയാണ്. തങ്കാങ്കി ചാർത്തിയുള്ള ഉച്ചപൂജയെ മണ്ഡലപൂജ എന്ന് വിളിക്കുകയാണ്. സാധാരണ ദിവസം ഉള്ള ഒരു പൂജ തന്നെയാണ്. അതിന് പുറമെ ഇന്ന് കളഭാഭിഷേകമുണ്ട്. മറ്റ് മകരവിളക്കിന്റെ സമയത്തുണ്ടാകുന്നതുപോലെ മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ ഇന്ന് ഉണ്ടാവുകയില്ല. പക്ഷേ മണ്ഡലപൂജ, ഉച്ചപൂജ, തങ്കാങ്കി ചാർത്തൽ പൂജ. സ്വാമി എവിടെ നിന്ന് വരുന്നത്? എങ്ങനെ വരും സ്വാമി? எவ்வளோ டைம் பம்பையில இங்க வரதுக்கு எடுத்து? 3.5 மணி நேரம். 3.5 மணி. பம்பையில அவ்வளோ டைம் வெயிட் பண்ணியா? ஆமா சாமி, ஆமா சாமி. எப்படி இருக்கு இப்போ? நல்லா இருக்கு சாமி. முன்ன விட இப்ப நல்லா பண்ணிருக்காங்க எல்லாமே. பஸ் விடுறதா இருக்கட்டும், கூட்டத்தை கண்ட்ரோல் பண்றதா இருக்கட்டும், எல்லாமே பூஜைக்கு அப்புறம் தான் மடக்கு. ஆமா சாமி, ஆமா சாமி. எல்லாம் போய வருஷம் இங்க வர வருஷா வருஷம் வரும் சாமி. வருஷா வருஷம் வரும். ഇനി ഇതാണ് എത്തുന്നവരൊക്കെ തന്നെ ഇനി മണ്ഡലപൂജ, ഉച്ചയ്ക്കുള്ള പൂജയെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. ഉച്ചയ്ക്ക് ഇന്നത്തെ ദിവസം 11 മണി വരെ മാത്രമേ നെയ്യഭിഷേകത്തിന് അവസരമുള്ളൂ. 11 മണി വരെ നെയ്യഭിഷേകം പൂർണ്ണമായിട്ടും ചടങ്ങുകൾ അവസാനിപ്പിക്കും. അതിനുശേഷം മറ്റ് ചടങ്ങുകൾ, കൽഭാഭിഷേകം, അതുപോലെയുള്ള ഉച്ചപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. 12:30-ക്കും 1 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. അതിനുശേഷം നടയടക്കും. പിന്നീട് വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടക്കും. അതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. നമുക്കറിയാം 41, മണ്ഡലം 41ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ദിവസം എത്തിച്ചേരാൻ കഴിയാത്ത ആളുകളൊക്കെ തന്നെ ഈ മണ്ഡലകാലത്ത് എത്തണം എന്നാഗ്രഹിക്കുന്നവർ എത്താനുള്ള അവസരം കൂടിയാണെന്ന്. ആ ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മകരവിളക്ക് ഉത്സവത്തിനാണ് നട തുറക്കുക. അത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആണ് നട തുറക്കുക. ആ ദിവസങ്ങൾക്കും സാധാരണഗതിയിൽ നമുക്കറിയാം മണ്ഡലകാലത്തിൽ ഈ അവസാന ദിവസം എത്തിച്ചേരുന്നവർക്കൊക്കെ നെയ്യഭിഷേകം കഴിക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം 11 മണിക്ക് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് സന്നിധാനത്ത് എത്തിയാൽ മാത്രമേ 11 മണിയോടെ അഭിഷേകം കഴിഞ്ഞ് മടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് സന്നിധാനത്ത് കാണാനാകുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്കാൾ നല്ല തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഒരു 3 മണിക്കൂറൊക്കെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇന്ന് മണ്ഡലപൂജയുടെ ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലകാലത്തിന് സമാപനമാകുന്നു. ഒപ്പം മറ്റന്നാൾ വീണ്ടും നട തുറക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ലക്ഷക്കണക്കിന്, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച ഒരു മണ്ഡലകാലം കൂടിയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്. 222 കോടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അറിയിച്ച വരുമാനം. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. വാങ്കുവിളിക്കുന്ന തെയ്യക്കോലങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. കാസർഗോഡ് മടിക്കയിൽ കെട്ടിയാടിയ ബപ്പീരിയപ്പിനൊപ്പമുള്ള മാണിച്ചി എന്ന തെയ്യക്കോലം വാങ്കുവിളിക്കുന്ന കാഴ്ചയാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. മതത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ തീർക്കുന്ന കാലത്ത് വാങ്കുവിളിച്ച് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ബപ്പിരിയൻ മാണിച്ചി തെയ്യക്കോലങ്ങൾ. മുണ്ടോട്ട് കോമരായ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യങ്ങളുടെ വാങ്കുവിളി.
ഉമ്മച്ചി തെയ്യം, ആലി ചാമുണ്ടി, മുക്രി പോക്കർ എന്നിങ്ങനെയുള്ള മുസ്ലിം തെയ്യക്കോലങ്ങൾക്കിടയിലെ മാനവികതയുടെ മറ്റൊരു കാഴ്ച. നലിക്കത്തായ് വിഭാഗക്കാരാണ് കോലങ്ങൾ കെട്ടിയത്. ബാങ്ക് കൊടുക്കാൻ മാണിച്ചി ആവശ്യപ്പെടുമ്പോൾ സമയം തെറ്റിയതായും നീ തന്നെ ബാങ്ക് വിളിച്ചോ എന്നും ബപ്പിരിയൻ പറയും. ഇതോടെ സ്ത്രീവേഷമണിഞ്ഞ മാണിച്ചി ബാങ്ക് വിളിക്കും. കപ്പിത്താനാണ് മുസ്ലിമായ ബപ്പിരിയൻ എന്നാണ് വിശ്വാസം. മലനാട്ടിലേക്ക് കപ്പൽ കയറി വന്ന തെയ്യങ്ങളെന്നാണ് വിശ്വാസം. ന്യൂസ് 18 കാസർഗോഡ്. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ബഫർ സോൺ, വായ്പാ പരിധി ഉയർത്തൽ, കേരയിൽ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കേരയിൽ അനുമതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അതിശൈത്യത്തിന്റെ പിടിയിലാണ് ഉത്തരേന്ത്യയും. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ കുറഞ്ഞ താപനില -3 ഡിഗ്രിയാണ്. ഡൽഹിയിൽ കൂടിയ താപനില 15 ഡിഗ്രിയും കുറഞ്ഞ താപനില 4 ഡിഗ്രിയുമാണ്. ഇന്നലെ കുറഞ്ഞ താപനില 3 ഡിഗ്രി ആയിരുന്നു. സാധാരണ ഈ കാലത്ത് രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി കുറവാണിത്. കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, UP എന്നീ സംസ്ഥാനങ്ങളിലും കൊടും തണുപ്പാണ്. രാജസ്ഥാനിലെ സിക്കറിലെ ഫത്തേപൂരിലും ചുരുവിലും താപനില 0-ന് താഴെയെത്തി. ഹരിയാനയിലെ ഹിസാറിൽ കുറഞ്ഞ താപനില 1.2 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത്. ശൈത്യകാല അവധിക്കായി ഡൽഹി സ്കൂളുകൾ ജനുവരി 1-ന് അടയ്ക്കും. അമേരിക്കയിൽ അതിശൈത്യത്തിലും ശീതക്കാറ്റിലും മരണം 60 കടന്നു. ന്യൂയോർക്കിലെ ഐറി കൗണ്ടിയിൽ മാത്രം 25 പേർ മരിച്ചു. 12 സംസ്ഥാനങ്ങളിലാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ബഫലോ നഗരം ഉൾപ്പെടെ പല പ്രദേശങ്ങളിലെയും റോഡുകൾ സഞ്ചാരയോഗ്യമല്ല. പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. അടുത്ത ദിവസങ്ങളിലും ഇതേ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഗുജറാത്ത് തീരത്ത് ആയുധങ്ങളുമായി പിടികൂടിയവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അൽ സഫയിൽ എന്ന ബോട്ടിൽ നിന്ന് ഇന്നലെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു. 300 കോടി വില വരുന്ന 40 കിലോ ലഹരി വസ്തുക്കളും ബോട്ടിലുണ്ടായിരുന്നു. 6 പിസ്റ്റളുകളും 120 തിരകളും കണ്ടെടുത്തു. ബോട്ടിലുണ്ടായിരുന്ന 10 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഗുജറാത്ത് ATSന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ തെരച്ചിൽ. ഗൾഫ് മേഖലയിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ ഹത്തയിലെ നിലയത്തിന്റെ നിർമ്മാണം 58% പൂർത്തിയായി. 2024 അവസാന പാദത്തിൽ നിർമ്മാണം പൂർത്തിയായേക്കുമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. $387 മില്യൺ വരെ നിക്ഷേപമുള്ള പദ്ധതിയാണ് ഇത്. 250 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയത്തിന്റെ പ്രവർത്തനമാണ് ഹത്തയിൽ പുരോഗമിക്കുന്നത്. അപ്പർ ഡാമിൽ 72 മീറ്റർ റോളർ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണവും വാട്ടർ ടണലിന്റെ കോൺക്രീറ്റ് ലൈനിങ്ങും പൂർത്തിയായി. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MDയും CEOയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പവർ പ്ലാന്റ് സന്ദർശിച്ച പ്രവർത്തന പുരോഗതി വിലയിരുത്തി. 2 അണക്കെട്ടുകളെയും ബന്ധിപ്പിക്കുന്ന 1.2 കിലോമീറ്റർ നീളമുള്ള വാട്ടർ ടണലിന്റെ പ്രവർത്തന പുരോഗതിയും അൽ തായർ പരിശോധിച്ചു. ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി 2050, ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി 2015 എന്നിവ കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പവർ പ്ലാന്റ് നിർമ്മാണം. കൂടാതെ ഹത്തയിലെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക വികസനം ഉറപ്പാക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജ ഉൽപാദനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഹത്തയിലെ ജലവൈദ്യുത നിലയമെന്ന് അൽ തായർ അഭിപ്രായപ്പെട്ടു. മണിക്കൂറിൽ 1500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള പ്ലാന്റിൽ 80 വർഷം ഉൽപാദനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ദുബായ്. അബുദാബിയിൽ അനധികൃത താമസക്കാർക്കെതിരെ നടപടി ശക്തമാക്കുന്നു. ജനുവരി 1 മുതൽ പരിശോധനകൾ ഊർജിതമാക്കുമെന്നാണ് അറിയിപ്പ്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അബുദാബി നഗരസഭ അറിയിച്ചു. ഒരു ഫ്ളാറ്റ്, വില്ല എന്നിവിടങ്ങളിൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുക, കുടുംബങ്ങൾക്ക് മാത്രമായ താമസയിടങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിക്കുക എന്നിവയെല്ലാം നിയമലംഘനത്തിനുള്ളിൽ വരും. കൂടാതെ ഒരു കുടുംബത്തിന് മാത്രമുള്ള വൈദ്യുതി കണക്ഷൻ ഒന്നിലധികം കുടുംബങ്ങൾ ഷെയർ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഇത്തരം പ്രവൃത്തികൾ അഗ്നിബാധയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും.
നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അനധികൃത താമസത്തിനെതിരെ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന പേരിൽ നഗരസഭ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ന്യൂസ് 18 അബുദാബി. വടകരയിലെ വ്യാപാരിയുടെ മരണത്തിൽ 20ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. ഫോൺ കോൾ വിവരങ്ങൾ, വാട്സ്ആപ്പ് ചാറ്റ് എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട രാജന്റെ കൊലയാളിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാജനെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം. 20ലേറെ പേരെ പോലീസ് ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട ദിവസം രാവിലെ മുതൽ രാജനെ വിളിച്ചവരെയും വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തവരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. രാത്രി 8:30 വരെയും മൊബൈലിൽ രാജൻ ചാറ്റ് ചെയ്തിരുന്നു. ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. രാജന്റെ ബൈക്കിൽ സഞ്ചരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സമീപത്തെ കടകളിലെ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബലപ്രയോഗം നടന്നെന്ന് വ്യക്തമാക്കുന്ന മുറിവുകൾ ശരീരത്തിലുണ്ട്. സ്വർണ്ണാഭരണം കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബലപ്രയോഗം നടന്നെന്നാണ് സംശയം. കൊലപാതകത്തിൽ 1ലേറെ പേരുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം നന്ദിയോട് ആദിവാസി യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. നന്ദിയോട് വെങ്കോട്ടുകോണം സ്വദേശി സുമേഷ്, ശിവകുമാർ, ശ്രീഹരി എന്നിവരാണ് പിടിയിലായത്. ഡിസംബർ 16-ന് രാത്രി പച്ചാക്ഷേത്രത്തിൽ നിന്നും വലിയ വെങ്കോട്ടുകോണത്തേക്കുള്ള വീട്ടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അരുണിനെ മൂവരും ചേർന്ന് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ അരുൺ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ മരിച്ചെന്ന് കരുതി പ്രതികൾ കർണാടകത്തിലേക്ക് കടന്നു. കുടക്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുകയാണ് ഇവർ പാലോട് പോലീസിന്റെ പിടിയിലായത്. മാറിപ്പോ ഏട്ടാ, നിങ്ങൾ അയച്ച് വീട്ടിൽ പോയാണ്. നിങ്ങൾ ആ പൈസ കൊടുത്തിട്ട് പോയാണ്. കൊടുക്കൂലേ? എനിക്ക് 400 രൂപ കിട്ടാൻ 400 രൂപ താനാ പറ. പൈസ നീ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ജോയിന്റ് നീ എന്റെ നല്ല പിടിക്കറമാര് എന്താണ് കാണിക്കുന്നത്? ചേട്ടാ, നിങ്ങൾ അയച്ച് വീട്ടിൽ പോയാണ്. നിങ്ങൾ അയച്ച് വീട്ടിൽ പോയാണ്. നിങ്ങൾ മുന്നോട്ട് പോയാൽ വിളിച്ചോണ്ട് പോകും. നക്ഷത്ര ഹോട്ടലുകളിൽ മോഷണം നടത്തി കുപ്രസിദ്ധനായ വിൻസെന്റ് ജോണിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തിരുവനന്തപുരത്ത് പിടിയിലായ വിൻസെന്റ് ജോണിന് നക്ഷത്ര ഹോട്ടലുകളോട് പ്രതികാര മനോഭാവമാണ്. ടൂറിസ്റ്റ് ഗൈഡായിരുന്ന വിൻസെന്റ് ജോണിന് കമ്മീഷൻ നൽകാതെ ഹോട്ടലുകൾ പറ്റിച്ചപ്പോഴാണ് മോഷണം ആരംഭിച്ചത്. നക്ഷത്ര ഹോട്ടലുകളിലെ മോഷ്ടാവിൻ്റേത് പ്രതികാര കവർച്ചകൾ. തിരുവനന്തപുരത്ത് പിടിയിലായ വിൻസെന്റ് ജോണിന് ഹോട്ടലുകളോട് പ്രതികാരമെന്ന് പോലീസ് പറയുന്നു. മുമ്പ് ടൂറിസ്റ്റ് ഗൈഡായിരുന്നു വിൻസെന്റ് ജോൺ. കമ്മീഷൻ നൽകാതെ ഹോട്ടലുകാർ പറ്റിച്ചപ്പോഴാണ് മോഷണം ആരംഭിച്ചത്. പ്രതികാരം വീട്ടാനാണ് ഹോട്ടലുകളിൽ താമസിച്ച് ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നത്. വിൻസെന്റ് ജോണിന്റെ പേരിൽ പുതുതായി 22 കേസുകളെടുത്തു. കേരളത്തിലും പുറത്തുമായി വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയുമാണ് വിൻസെന്റ് ജോൺ. എല്ലാം ഹോട്ടലുകളിലെ ലാപ്ടോപ്പ് മോഷണ കേസുകളാണ്. തിരുവനന്തപുരത്ത് നിന്ന് മോഷ്ടിച്ച ലാപ്ടോപ്പ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കണ്ടെത്തിയിരുന്നു. 15,000 രൂപയ്ക്കായിരുന്നു വിൽപ്പന. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് മോഷ്ടിച്ച മദ്യം 1,500 രൂപയ്ക്കും വിറ്റു. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് മാന്യമായാണ് ഹോട്ടലിലെ ജീവനക്കാരോട് ഇയാൾ ഇടപഴകുന്നത്. ഒരു സംശയവും തോന്നാത്ത വിധത്തിലാണ് മോഷണങ്ങൾ. പ്രതിയെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം. വിചിത്ര സ്വഭാവമുള്ള മോഷ്ടാവ് നേരത്തെയും കേരളത്തിൽ നടത്തിയത് നിരവധി ലാപ്ടോപ്പ് കവർച്ചകൾ. 9 വർഷം മുൻപ് കൊല്ലം നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് ലാപ്ടോപ്പ് മോഷ്ടിച്ചതിന് വിൻസെന്റ് ജോൺ ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം എറണാകുളം, തൃശൂർ ജില്ലകളിലെ വമ്പൻ ഹോട്ടലുകളിൽ നിന്ന് ലാപ്ടോപ്പ് മോഷ്ടിച്ചു. പ്രതി വിൻസെന്റ് ജോണിനെതിരെ പുതുതായി 22 കേസുകളാണ് കേരളത്തിൽ മാത്രം ഉള്ളത്. പ്രതികാരത്തിന്റെ കഥ പറയുന്ന മോഷണമാണ് വിൻസെന്റ് ജോണിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് ടൂറിസ്റ്റ് ഗൈഡായിരുന്ന വിൻസെന്റിന് സഞ്ചാരികളെ എത്തിക്കുമ്പോഴുള്ള കമ്മീഷൻ തുക നൽകാതെ ഹോട്ടലുകാർ പലതവണ പറ്റിച്ചു. പിന്നീട് വിൻസെന്റ് മോഷ്ടാവായി. മോഷ്ടിക്കുന്നത് ആഡംബര ഹോട്ടലുകളിലെ ലാപ്ടോപ്പ് മാത്രം. മറ്റൊന്നുകൂടിയുണ്ട്. വില കൂടിയ മദ്യം റൂമിലേക്ക് വരുത്തിയ ശേഷം അതുമായി മുങ്ങുക. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നിന്ന് കവർന്ന ലാപ്ടോപ്പുമായി കൊല്ലത്തെത്തിയ വിൻസെന്റിനെ പോലീസ് പിടികൂടിയിരുന്നു. 15,000 രൂപയ്ക്ക് വിറ്റ ലാപ്ടോപ്പ് കണ്ടെടുക്കുകയും ചെയ്തു. ഇതിനു മുൻപും വിൻസെന്റ് കേരളത്തിൽ പലയിടത്ത് കവർച്ച നടത്തിയിട്ടുണ്ട്. 2013 കൊല്ലത്ത് ഹോട്ടൽ റാവിസിൽ നടത്തിയ മോഷണത്തിൽ അഞ്ചാലുംമൂട് പോലീസ് പിടികൂടുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിടിക്കപ്പെട്ടാൽ കുറ്റം ഏറ്റുപറയുന്നതാണ് വിൻസെന്റിന്റെ രീതി. മോഷണത്തിന് 2-3 മാസം ശിക്ഷ ലഭിക്കും.
വീണ്ടും പിടിക്കപ്പെടും വരെ ഇതേ രീതിയിൽ കവർച്ച തുടരും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലാണ് കൂടുതലും മോഷണങ്ങൾ. 2017 എറണാകുളം കുണ്ടന്നൂരിലെ ആഡംബര ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിന്ന് ലാപ്ടോപ്പ് കവർന്നത് വിൻസെന്റാണ്. സമാന രീതിയിൽ തൃശൂരിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് 2019 ലാപ്ടോപ്പ് കവർന്നു. ഹോട്ടലിലെ മറ്റു താമസക്കാരുടെ ഒരു മുതലും കട്ടെടുക്കില്ല. ഇക്കുറി പരമാവധി കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് പ്രതിക്ക് താരതമ്യേന കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കത്തിലാണ് കന്റോൺമെന്റ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ കോവിഡ് ചികിത്സ സജ്ജമാണോ എന്ന് പരിശോധിക്കാൻ മോക്ക് ഡ്രില്ലുമായി ആരോഗ്യവകുപ്പ്. തീവ്രപരിചരണ വിഭാഗം ഓക്സിജൻ കിടക്കകൾ, ഓക്സിജൻ പ്ലാന്റുകൾ, സിലിണ്ടറുകൾ തുടങ്ങിയവ സജ്ജമാണോ എന്ന് പരിശോധിക്കാനാണ് മോക്ക് ഡ്രിൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. സുവി, ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഭീഷണിയുണ്ട്, പക്ഷേ വലിയ പ്രതിസന്ധികളില്ല എന്നാണ് തൽക്കാലത്തെ നിഗമനം. ഇതിന്റെ ഈ പുതിയ ജാഗ്രതകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു സംസ്ഥാനം? രഞ്ജിത്ത്, വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രിൽ നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്നാണ് ആ മോക്ക് ഡ്രിൽ നടത്തുക. ഈ മോക്ക് ഡ്രിൽ നടത്തി ഇന്ന് തന്നെ അതിന്റെ ഫലം അപ്ലോഡ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും സജ്ജമാക്കുക എന്നതാണ് മോക്ക് ഡ്രിൽ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് മോക്ക് ഡ്രില്ലിന് എത്തുക. ഈ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ രീതിയിലുള്ള കിടക്കകളുണ്ടോ, ഐസൊലേഷൻ വാർഡുകളുണ്ടോ, ഓക്സിജൻ സിലിണ്ടറുകളുണ്ടോ, ഓക്സിജൻ പ്ലാന്റ് ഉണ്ടോ എന്നിവയുടെ മാസ്ക്, കിറ്റ് തുടങ്ങിയ എല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം തന്നെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് അനുസരിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുണ്ടോ, കോവിഡ് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളുണ്ടോ, ഒപ്പം നഴ്സുമാരുടെ അഭാവമുണ്ടോ എന്നിവയും ഈ മോക്ക് ഡ്രില്ലിനിടയിൽ വിലയിരുത്തും. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി ഇതിന്റെ ഫലം അപ്ലോഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ മോക്ക് ഡ്രില്ലുകൾ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, സുവി വിവരങ്ങൾ പങ്കുവച്ചു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ കോവിഡ് മാർഗനിർദ്ദേശവുമായി എയർ ഇന്ത്യ. കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. യാത്രാ സമയത്ത് മാസ്ക് ധരിക്കുന്നതിനൊപ്പം സാമൂഹ്യ അകലവും പാലിക്കണം. നാട്ടിലെത്തിയ ശേഷം രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിമാനത്താവളങ്ങളിൽ റാൻഡം പരിശോധനയില്ലെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. തിരുവനന്തപുരം RCCയിൽ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് RCC സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ധർണ നടത്തും. അന്യായമായ സ്ഥലമാറ്റം, നിയമന അഴിമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിച്ച റേഡിയേഷൻ ടെക്നോളജിസ്റ്റ് ഉൾപ്പെടെ 4 പേരെ RCC ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. RCC ഡയറക്ടർ പോലീസിൽ വ്യാജ പരാതി നൽകിയെന്നാണ് അസോസിയേഷന്റെ ആരോപണം. ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതുമായി വരെ സമരം തുടരാനാണ് RCC സ്റ്റാഫ് അസോസിയേഷന്റെ തീരുമാനം. ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പിൽ ഉന്നത ബന്ധമെന്ന സൂചന. കേസിലെ പ്രധാന പ്രതിയും ടൈറ്റാനിയത്തിലെ ലീഗൽ DGM-മായ ശശിധരൻ തമ്പി വിചാരിച്ചാൽ മാത്രം ഇത്ര വലിയ തട്ടിപ്പ് നടക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇപ്പോഴും 2 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായ വ്യക്തിക്ക് തട്ടിപ്പിലെ മറ്റൊരു പ്രതി രാജേഷുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇരുവരും മുൻപ് സ്വകാര്യ ബാങ്കുകളുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരിൽ നിന്ന് പണം ഈടാക്കുന്ന ഏജൻസി നടത്തിയിരുന്നതായാണ് വിവരം. MLA ഹോസ്റ്റൽ ജീവനക്കാരനും കോഫി ഹൌസ് ജീവനക്കാരനും ടൈറ്റാനിയം ജോലി തട്ടിപ്പിൽ പങ്കുള്ളതായി നേരത്തെ കണ്ടെത്തിയെങ്കിലും ഇവർക്ക് മുകളിലും ചില ഇടപെടൽ നടന്നതായാണ് സൂചന. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ തിരുവനന്തപുരം സ്വദേശിയുടെ ഇടപെടലാണ് സംശയനിഴലിലുള്ളത്. കേസിലെ പ്രതികളിൽ ഒരാളായ രാജേഷുമായി ദീർഘനാളത്തെ ബന്ധം ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനുണ്ട്. സ്വകാര്യ ബാങ്കുകൾക്ക് പണം പിരിച്ചു നൽകുന്ന ഏജൻസി ഇരുവരും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നു. തിരിച്ചടവ് മുടങ്ങുന്ന വായ്പകളിൽ ഇടപെട്ട് പണം ഈടാക്കുന്നതായിരുന്നു ഏജൻസിയുടെ രീതി. ഇത്തരം ഏജൻസികൾ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതികൾ വ്യാപകമായതോടെ കോടതി ഇടപെടൽ ഉണ്ടാവുകയും ഇവയുടെ പ്രവർത്തനം പോലീസ് തടയുകയും ചെയ്തു. രാജേഷിന്റെ സ്ഥാപനത്തിൽ അന്ന് ജോലി ചെയ്തിരുന്ന ദിവ്യയാണ് ഇപ്പോൾ ടൈറ്റാനിയം കേസിൽ പിടിയിലായ ഏക പ്രതി. റിക്രൂട്ട്മെന്റിന് ഉദ്യോഗാർത്ഥികളെ സംഘടിപ്പിക്കുന്ന ദൌത്യമാണ് ഇവർ ഏറ്റെടുത്തിരുന്നത്. മറ്റൊരു പ്രതിയായ ശ്യാംലാലും ടൈറ്റാനിയത്തിലേക്ക് റിക്രൂട്ട്മെന്റിന് ആളുകളെ എത്തിച്ചു. ശശിധരൻ തമ്പി HR മാനേജർ ആയിരുന്നത് മുതലുള്ള നിയമന വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നിരവധി നിയമനങ്ങൾ വഴിവിട്ട രീതിയിൽ നടന്നു എന്നാണ് കരുതുന്നത്. അതേസമയം ഇപ്പോഴത്തെ പരാതിക്കാർക്ക് വാങ്ങിയ പണം തിരികെ നൽകി കേസ് ഒതുക്കാനുള്ള നീക്കം നടക്കുന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
KSRTCയുടെ ബജറ്റ് ടൂർ യാത്രയുടെ ഭാഗമായി ഗവിയിലേക്ക് പോയ സഞ്ചാരികളുടെ മുന്നിൽ കടുവ. ഇന്നലെയാണ് യാത്രക്കാർ കടുവയെ കണ്ടത്. യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ കടുവ കാടിനുള്ളിലേക്ക് വലിഞ്ഞു. വണ്ടി വിട്ടോ കൊറിയൻ ആദിവാസി സമൂഹത്തിന്റെയും യൂറോപ്പിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാസൃഷ്ടി. ചിലങ്കയ്ക്ക് സമാനമായ രീതിയിൽ മണികൾ കോർത്തുവെച്ചുള്ള ഇൻസ്റ്റലേഷൻ കൊച്ചി ബിനാലയിലെ പ്രധാന ആകർഷണമാവുകയാണ് ഇവ. ആശയവിനിമയത്തിന് ഭാഷ നിർബന്ധമാണോ അല്ലെന്ന് തെളിയിക്കുകയാണ് കോർത്തിണക്കിയ മഴത്തുള്ളികൾ പോലെ അഴകുള്ള ഈ സോണിക് ഡ്രോപ്ലെറ്റ്സ്. സ്പർശിക്കുന്നവരോട് ഈ മണികൾ ശബ്ദിക്കും, സംവദിക്കും. കൊച്ചി ബിനാലേക്ക് എത്തുന്നവരെ വരവേൽക്കുന്നത് കൊറിയൻ കലാകാരി ഹേഗിയാങ്ങിന്റെ സോണിക് ഡ്രോപ്ലെറ്റ്സ് എന്ന കലാസൃഷ്ടിയാണ്. കൊറിയയിലെ ആദിവാസി സമൂഹത്തിന്റെയും യൂറോപ്പിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വ്യത്യസ്തമായ ആചാരങ്ങളുമായി ബന്ധമുണ്ട് സോണിക് ഡ്രോപ്ലെറ്റ്സിന്. ബ്രാസ് ഉപയോഗിച്ചാണ് യാങ് പതിവായി മണികൾ നിർമ്മിക്കാറുള്ളത്. ഇത്തവണ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മണികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെന്നാണ് പ്രത്യേകത. കലാസൃഷ്ടി ഒരുക്കിയ ശേഷം യാങ് കൊറിയയിലേക്ക് മടങ്ങി. She's been working with bells for a while. For the Kochi Museum's Biennale, she was commissioned to make a new work, and this is the work that she's produced. It was actually made in India. The bells were designed and made in India. And what she does is she uses sound as a way of communicating ideas rather than using language. സോണിക് ഡ്രോപ്ലെറ്റ്സ് പരിചയപ്പെടുന്നവർക്കും കൗതുകം. ഇത് നല്ല അമേസിംഗ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞാൻ ബിനാലെ. എപ്പോഴും വരണം വിചാരിക്കും. ഫസ്റ്റ് ടൈം ആയത് കാരണം ഇറ്റ് ഈസ് റിയലി അമേസിംഗ്. അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ലതായിണ്ട്. ബിനാലെ 10ാം വാർഷികത്തിലാണെങ്കിലും സാമ്പത്തിക പരാധീനതകളാണ് ഇത്തവണയും. ഡിസംബർ 13 ആരംഭിച്ചുവെങ്കിലും 23ഓടെയാണ് കാണികളെ അനുവദിച്ചു തുടങ്ങിയത്. 1,24,000 മണികളാണ് ഈ കൊറിയൻ കലാസൃഷ്ടിയിൽ ഉള്ളത്. നമ്മുടെ ചിലങ്കയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കലാശില്പം കാണാൻ നിരവധി പേരാണ് ബിനാലയിൽ എത്തുന്നത്. ക്യാമറമാൻ ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. തലസ്ഥാന നഗരിയിലെ കനകക്കുന്നിൽ ഇപ്പോൾ വസന്തകാലമാണ്. ഇമ വെട്ടാതെ ആസ്വദിക്കാനുള്ള കാഴ്ചകളാണ് കനകക്കുന്നിൽ നിറയെ. അവധിക്കാലത്ത് ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസേന എത്തുന്നത്. തലസ്ഥാനത്ത് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ് പുഷ്പോത്സവം. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും. വിപുലമായ കട്ട് ഫ്ലവർ പ്രദർശനം, ബോൺസായി പ്രദർശനം, അലങ്കാര മത്സ്യങ്ങൾ, അഡ്വഞ്ചർ ഗെയിമുകൾ തുടങ്ങിയ വൈവിധ്യങ്ങളാണ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ടൂറിസം വകുപ്പും കേരള റോസ് സൊസൈറ്റിയും തിരുവനന്തപുരം നഗരസഭയുടെയും സഹകരണത്തോടെയാണ് നഗരവസന്തം. വിവിധ നൃത്ത സംഗീത പരിപാടികളും വിവിധ ജില്ലകളിലെ ഭക്ഷണമൊരുക്കി കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും നഗരവസന്തത്തിലെ പ്രധാന ആകർഷണമാണ്. രാത്രി 1 വരെ പ്രദർശനം കാണാമെന്നതിനാൽ കുടുംബങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. ആക്ച്വലി കൊള്ളാം. ഞങ്ങൾ അവിടെ കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടാണ്. ഇതിങ്ങനെ ഓപ്പൺ സ്പേസിൽ നടക്കുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ്. ഫാമിലിയായിട്ട് പറ്റിയൊരു വൈബായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു അറ്റ്മോസ്ഫിയർ നന്നായിരുന്നു. കാരണം വളരെയധികം ടെൻസ്ഡ് ആയിട്ടാണല്ലോ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ജീവിക്കുന്നത്. തന്നെ വളരെ ടെൻസ്ഡ് ആയിട്ടാണ്. അപ്പം വന്ന് കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് വന്ന് കുറച്ച് നേരം ഇവിടെ വളരെ കാം ആൻഡ് കീപ്പ് ആൻഡ് ക്വയറ്റ് ആയിട്ട് കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട് വളരെ നന്നായിരുന്നു. വളരെ നല്ല വൈബായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ വൈവിധ്യങ്ങളുടെ വിരുന്നായി പുഷ്പോത്സവം മാറുകയാണ്. തലസ്ഥാന നഗരിയെ വിദേശ രാജ്യങ്ങളോട് ഉപമിച്ചാണ് കാണികൾ കനകക്കുന്ന് ഇറങ്ങുന്നത്. ഹരികൃഷ്ണനൊപ്പം MC മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സഹോദരിമാരെ പരിചയപ്പെടാം. മിറർ റൈറ്റിംഗിലൂടെയാണ് മലപ്പുറം വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശികളായ ഷെറിൽ സാറ ഷാജിയും സഹോദരി ഷോണ സാറ ഷാജിയും ഈ നേട്ടം സ്വന്തമാക്കിയത്. ഷെറിൻ സാറ ഷാജിയും സഹോദരി ഷോണ സാറ ഷാജിയുമാണ് മിറർ റൈറ്റിംഗിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. ഇന്ത്യ എന്റെ നാടാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ മലയാളത്തിൽ മിറർ ഇമേജിൽ എഴുതിയാണ് ഷെറിൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഇന്ത്യയുടെ പ്രതിജ്ഞ മിറർ റൈറ്റിംഗിൽ മലയാളത്തിൽ എഴുതിയിട്ടാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ആദ്യത്തെ റെക്കോർഡ് 2 മിനിറ്റ് 41 സെക്കൻഡ് ആയിരുന്നു. ഞാനത് 2 മിനിറ്റ് 36 സെക്കൻഡിൽ തിരിച്ചെഴുതി. നിലവിലുള്ള റെക്കോർഡ് 2 മിനിറ്റ് 41 സെക്കൻഡ് എന്നത് ഇടതു കൈകൊണ്ട് 2 മിനിറ്റ് 36 സെക്കൻഡിൽ എഴുതിയാണ് റെക്കോർഡ് തിരുത്തിയത്. സഹോദരി ഷോണ സാറ ഷാജിയാകട്ടെ കേരളത്തിലെ 14 ജില്ലകളുടെ പേരുകൾ ഇംഗ്ലീഷിൽ 1 മിനിറ്റ് 4 സെക്കൻഡിൽ എഴുതി റെക്കോർഡ് മറികടന്നു. 1 മിനിറ്റ് 11 സെക്കൻഡ് ആയിരുന്നു നിലവിലുള്ള റെക്കോർഡ്. ഞാൻ കേരളത്തിലെ 14 ജില്ലകൾ മിറർ റൈറ്റിംഗ് അഥവാ തിരിച്ചെഴുത്തിൽ റെക്കോർഡ് സ്വന്തമാക്കി. മുമ്പത്തെ റെക്കോർഡ് 1 മിനിറ്റ് 11 സെക്കൻഡ് ആയിരുന്നു. ഞാനത് 1 മിനിറ്റ് 4 സെക്കൻഡ് ആക്കി. വളരെ ചെറുപ്രായത്തിൽ തന്നെ മിറർ റൈറ്റിംഗിൽ ഇരുവരും പ്രാവീണ്യം നേടിയിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയുമെല്ലാം വേഗത്തിലാണ് ഈ സഹോദരിമാർ മിറർ ഇമേജിൽ എഴുതുന്നത്. അധ്യാപകരായ പൂക്കാട്ടിരി തെക്കേ മേമരപ്പള്ളിൽ സ്മിത ജോസിന്റെയും ഷാജി പേരാഴിയുടെയും മകളാണ് ഷെറിനും ഷോണയും. കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ബുക്കിൽ തലതിരിച്ച് എഴുതിയത് കണ്ടു. ചെറിയ വാക്കുകൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ LKG അപ്പോൾ വാക്കുകൾ തലതിരിച്ച് എഴുതിയ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു പേടിയാണ് വന്നത്. പഠന വൈകല്യം ആണോ എന്നുള്ളൊരു പേടിയാണ് വന്നത്. പിന്നെ നോക്കുമ്പം 2 തരത്തിൽ എഴുതുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു വാക്ക് കൊടുക്കുമ്പം 2 തരത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ സന്തോഷമായി. ഷെറിൻ മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഷോണ എടയൂർ KM UP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ന്യൂസ് 18 തിരൂർ. വണ്ടൂരിലെ അർജന്റീന ആരാധകർ വാക്കുപാലിച്ചു. ടീം അർജന്റീന കപ്പടിച്ചതിൽ അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ബിരിയാണി വിതരണം നടത്തി. സമീപത്തെ കച്ചവടക്കാർ, യാത്രക്കാർ തുടങ്ങി 200ഓളം പേർക്കായിരുന്നു വിതരണം. ആരാധകരായ 15ഓളം പേരുടെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത്. അർജന്റീന കപ്പടിച്ചാൽ ബിരിയാണി വിതരണം ചെയ്യുമെന്ന് ഏലാട്ടുപറമ്പിൽ ഫാസിലും സംഘവും നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിതരണം. അർജന്റീന വേൾഡ് കപ്പ് നേടിയ സന്തോഷത്തിൽ മുമ്പൊരു കേക്ക് കട്ടിങ് ഇവിടെ ഉണ്ടായിരുന്നു. വണ്ടൂർ വിഷനിൽ തന്നെ വന്ന ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തിലെ കച്ചവടക്കാർക്ക് നമ്മൾ ബിരിയാണി വെള്ളിയാഴ്ച വെച്ച് കൊടുക്കുന്ന ഹംസാക്ക ഒരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു ബിരിയാണി ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഇവിടെയുള്ള എല്ലാ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും ആളുകൾക്കും നമ്മൾ ബീഫ് ബിരിയാണി ഏകദേശം ഒരു 200ഓളം പാക്കുകൾ ബീഫ് ബിരിയാണി അർജന്റീനയും മെസ്സിയൊക്കെ വിജയത്തിലേറിയതിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് നേടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്തു. പൂക്കുഞ്ഞ് ഹംസ, TV ഷബീബ്, K ഷാഹിദ്, P ജൗഹർ, OP ഷാലു റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 വണ്ടൂർ. ചിരട്ട കൊണ്ട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്ന സലിമിനെ ഇനി പരിചയപ്പെടാം. പെൻ സ്റ്റാൻഡുകൾ, ചിരട്ടക്കുപ്പികൾ അടക്കമുള്ള കൗതുക വസ്തുക്കൾ ഉണ്ടാക്കി കോവളത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിൽക്കുകയാണ് സലീം. കോവളത്തെ ഈ കുടക്കീഴിൽ ഇരുന്നാണ് സലീം ചിരട്ടയിൽ വിവിധതരം കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ശാസ്ത്രീയമായി ചിരട്ട നിർമ്മാണം പഠിച്ചിട്ടില്ലാത്ത സലീം സ്വന്തം ആശയത്തിലാണ് ഇവയൊക്കെ തയ്യാറാക്കുന്നത്. വരുമാനത്തിനപ്പുറം ആനന്ദം നൽകുന്ന പ്രവൃത്തി കൂടിയാണിതെന്ന് സലീം പറയുന്നു. വലിപ്പമുള്ള തേങ്ങകൾ തിരഞ്ഞെടുത്ത് വില കൊടുത്ത് വാങ്ങിയാണ് ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന് സലീം. ഞാൻ ഇവിടെ നേരത്തെ ബീച്ചിൽ വീടുണ്ടായിരുന്ന സമയത്തിന് ഞാൻ ജസ്റ്റ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പം അന്ന് ഈ കട്ടമലത്തിൽ ഞാൻ ടൂറിസ്റ്റിന് പോർട്ട് ഓഫീസിൽ നിന്ന് ലൈസൻസ് എടുത്ത് പിന്നെ ടൂറിസ്റ്റിനെ ഞാൻ സ്നോക്ലിങ്ങിന് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പിന്നെ ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവർ വളരെ താല്പര്യം കാണിച്ചു. പിന്നെ അതാണ് പിന്നെ ജസ്റ്റ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നത്. വെള്ളയും കറുപ്പും നിറം കലർന്ന കൗതുക വസ്തുക്കളാണ് ഇവയിൽ കൂടുതലും. വെള്ള നിറത്തിനായി കരിക്കിന്റെ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ ദിവസങ്ങളോ മണിക്കൂറുകളോ വേണ്ടിവരും. ഇതിന് നല്ല ക്ഷമ കൈമുതലാകണം. ഓരോ നിർമ്മാണത്തിന്റെയും സമയദൈർഘ്യവും അധ്വാനവും അനുസരിച്ചാണ് വില തീരുമാനിക്കുന്നത്. 500 രൂപ മുതൽ 3000 രൂപ വരെ വില വരുന്ന വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. സാൻഡ് പേപ്പറും ഹാക്സ ബ്ലേഡും മാത്രമാണ് പണിയായുധം.
നിർമ്മിച്ച ശില്പങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തിയ ശേഷം എണ്ണ തേച്ചാണ് ആകർഷകമാക്കുന്നത്. പോളിഷ് ഉപയോഗിക്കാത്തതിനാൽ ചിരട്ടയുടെ സ്വാഭാവിക ഭംഗി ലഭിക്കുന്നു. 10 വർഷത്തോളമായി കൗതുക വസ്തുക്കൾ ഉണ്ടാക്കി കോവളത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിൽക്കുന്ന സലീം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കരകൗശല വിദഗ്ധനാണ്. ന്യൂസ് 18 കോവളം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com